നമസ്കാരം. ഏവർക്കും കഥകളുടെ ദുനിയാവിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാരാജാവിനെ പ്രണയിച്ച ഒരു ഭ്രാന്തിയുടെ കഥ നിങ്ങൾക്കറിയാമോ? അറിയാൻ വഴിയില്ല. തികച്ചും യാഥാർത്ഥ്യമായ ഒരു പ്രണയ കഥയാണിത്. തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്ത് ജീവിച്ചിരുന്ന പഴമക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കഥ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തിലെ ഇടവഴികളിൽ പണ്ട് തന്റെ പൊന്നുതമ്പുരാനെ കാത്തുനിന്ന പ്രണയിനിയെ തിരുവനന്തപുരത്തുള്ള പഴയ തലമുറയിലെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകാം. അതെ, സുന്ദരി ചെല്ലമ്മ. സുന്ദരി ചെല്ലമ്മ എന്ന നർത്തകിയും ഗായകിയുമായ ആ മുത്തശ്ശി തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും തമ്പുരാനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പണ്ട് തനിക്ക് പട്ടും വളയും സമ്മാനിച്ച ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനോടുള്ള പ്രണയം മൂത്ത് നാട്ടുകാരുടെ കണ്ണിൽ ബുദ്ധിസ്ഥിരതയില്ലാത്തവളായി മാറിയ ഒരു ജന്മം. പ്രണയിനിയുടെ തമ്പുരാനെ തേടിയുള്ള അലച്ചിലിന്റെ ഓർമ്മകൾ ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഇടവഴികളിലൂടെ പോകുമ്പോൾ നമ്മെ അലട്ടാറുണ്ട്. അവിടെയാണവർ തന്റെ തമ്പുരാനെ കാത്തുന്നത്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഥകളുടെ ദുനിയാവ്. ഇത് കഥകളുടെ കൂട്ടുകാരി. രാവിലെ അമ്പലത്തിലെത്തുന്ന തമ്പുരാനെ ഒരു നോക്ക് കണ്ടു മടങ്ങാനാണത്രേ സുന്ദരി ചെല്ലമ്മ അവിടെ എത്തിയിരുന്നത്. അവസാനം സ്വന്തം ജീവിതത്തിൽ നിന്ന് യാത്രയായതും ആ ഇടവഴിയിൽ വച്ചു തന്നെ. എന്നാൽ സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ഒരു പ്രണയത്തിന്റെ കഥയുണ്ട് സുന്ദരി ചെല്ലമ്മയ്ക്ക് പറയുവാനായി. ക്ഷേത്രമതിലകവും കൽപ്പടികളും ക്ഷേത്രവീഥികളും അനന്തശായിയായ ആ ഭഗവാനും മൂകസാക്ഷിയായ ഏറെ പഴക്കമില്ലാത്ത ഒരു ദുരന്ത പ്രണയകഥയിലെ നായികയാണവർ, സുന്ദരി ചെല്ലമ്മ. പച്ച നിറത്തിലുള്ള ബ്ലൗസും കസവിന്റെ സെറ്റ് മുണ്ടും രണ്ട് കൈകളിലും നിറയെ കുപ്പിവളകളുമായി വിരലുകളിൽ വിളറിയ മോതിരങ്ങളുമായി അവർ എങ്ങനെ കാത്തു നിൽക്കും തന്റെ തമ്പുരാന് വേണ്ടി? തിരുവനന്തപുരത്തിന്റെ തെരുവുകളിലെ സങ്കടമായിരുന്നു അവർ. അവരെ അറിയുന്നവർക്ക് സഹതാപമായിരുന്നു, അറിയാത്തവർക്ക് കല്ലെറിയാൻ മാത്രമുള്ള ഒരു ഭ്രാന്തിയായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെ പെൺകുട്ടികൾക്കായുള്ള സ്കൂളിലെ സംഗീത നൃത്ത അധ്യാപികയായിരുന്നു അതിസുന്ദരിയും വിദ്യാസമ്പന്നയുമായ ചെല്ലമ്മ. ഒരിക്കൽ തന്റെ വിദ്യാർത്ഥികളെ അനുഗമിച്ച് സ്കൂൾ ഗേറ്റിന് മുന്നിൽ നിന്നിരുന്ന ചെല്ലമ്മ ശംഖുമുദ്രയുള്ള കാറിന്റെ ഉള്ളിലിരുന്ന് പോകുന്ന ആ ചിത്തിര തിരുനാൾ മഹാരാജാവിനെ കാണുവാനിടയായി. തന്റെ കണ്ണുകളിൽ ആദ്യം തന്നെ ആ രൂപം പതിയുകയായി. അങ്ങനെ അവരറിയാതെ അവരുടെ ഹൃദയത്തിൽ സുന്ദരനായ അദ്ദേഹം കയറിക്കൂടി എന്ന് വേണം പറയാൻ. പിന്നെ എപ്പോഴെല്ലാം സ്കൂളിൽ അദ്ദേഹം എത്തുന്നുവോ അന്നെല്ലാം തന്റെ മനോഹരമായ മുടികളിൽ മുല്ലപ്പൂ ചൂടിയും നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കൈകളിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും പതിവിലും ഏറെ സുന്ദരിയായി അവർ അണിഞ്ഞിറങ്ങുമായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അവർ പരിസരം മറന്നു തന്നെ നിന്നു. ഒരു സാധാരണ നോട്ടമോ ചിരിയോ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചാൽ കോരിത്തരിച്ച പോലെയായിരുന്നു അവരുടെ ആ നിൽപ്പ്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമായി അവർ അണിഞ്ഞൊരുങ്ങി. ചുറ്റുമുള്ളതെല്ലാം മറന്ന് പല സ്വപ്നങ്ങൾ കണ്ടു. എന്നാൽ ഒരിക്കൽ പോലും മഹാരാജാവ് ആ പ്രണയം അറിഞ്ഞതേയില്ല. ചെല്ലമ്മയ്ക്ക് 21 തികഞ്ഞപ്പോഴായിരുന്നു ആ ഒരു സുദിനം. തന്റെ സഹപ്രവർത്തകയായ ഭാനുമതി ഒരു നാടകത്തിൽ അഭിനയിക്കാനായി അവരെ ക്ഷണിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ നാടകം വളരെയേറെ പ്രശംസയർഹിച്ചു. നാടകാനന്തരം വിശിഷ്ടാതിഥിയായിരുന്ന മഹാരാജാവ് കുട്ടികൾക്കും ടീച്ചർക്കും സമ്മാനങ്ങൾ നൽകി. ഒരു കസവ് നേരിയത്, അതും മഹാരാജാവിന്റെ കൈകളിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ ചെല്ലമ്മയ്ക്ക് അതൊരു സമ്മാനമായിരുന്നില്ല, തന്റെ പുടവ കൊടയായിരുന്നു. അങ്ങനെ ചെല്ലമ്മ സ്വയം തമ്പുരാട്ടിയായി, തമ്പുരാന്റെ പട്ടമഹിഷിയായി. അതിനുശേഷം ചെല്ലമ്മ അടിമുടി മാറുകയായിരുന്നു. മഹാരാജാവ് തന്നെ വേളി കഴിച്ചു എന്ന് സ്വയം അങ്ങ് സങ്കല്പിച്ചു. താൻ മഹാരാജാവ് പുടവ നൽകി സ്വീകരിച്ചതാണെന്ന് സ്വയം ധരിച്ചുപോയി അവർ. ആ ഹൃദയം തിരുമനസ്സിനായി തുടിച്ചു. അദ്ദേഹത്തിന് മാത്രമായി ചെല്ലമ്മ ചിരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ജീവിച്ചു. സ്വന്തമായ അവരുടെ ആ പ്രണയം പതിയെ പതിയെ അവരുടെ മനസ്സിന്റെ സമനില തെറ്റിക്കുന്നതിലേക്കാണ് നയിച്ചത്. കുട്ടികളും അധ്യാപകരും പരിഭ്രാന്തരായിപ്പോയി. അങ്ങനെ ചെല്ലമ്മയുടെ ജോലി തന്നെ പോയി. മുഴുഭ്രാന്തിലേക്ക് അവരുടെ പ്രണയം അവരെ കൊണ്ടു ചെന്നിച്ചു. തന്റെ കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്നും, സമൂഹത്തിൽ നിന്നും അവരെ പുറത്താക്കപ്പെട്ടു. എന്നിട്ടും ഇതൊന്നും അറിയാതെ അവർ തമ്പുരാനെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി മുല്ലമാല ചൂടി അവർ കാത്തുനിന്നു തന്റെ പൊന്നു തമ്പുരാനെ കാണാൻ. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും സവത്സരങ്ങളും ഒക്കെ കഴിഞ്ഞുപോയി. എന്നിട്ടും ചെല്ലമ്മ തമ്പുരാനോടുള്ള പ്രണയം കൈവിട്ടില്ല. 51 സവത്സരങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം പോലും മുടങ്ങാതെ
ചെല്ലമ്മ ശ്രീകോവിലിന് മുന്നിലെത്തി. എന്നാൽ ഒരിക്കൽ പോലും തമ്പുരാൻ ചെല്ലമ്മയെ ശ്രദ്ധിച്ചില്ല. എന്തിന്, എല്ലാം അറിയുന്ന പത്മനാഭൻ പോലും അവരെ അറിഞ്ഞില്ല, അവരോട് കരുണ കാട്ടിയില്ല. എങ്കിലും ചെല്ലമ്മ വരും, തമ്പുരാട്ടിയെ പോലെ, രാജാവിന്റെ പെണ്ണായി. എന്നും വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് വരുന്ന രാജാവിനെ കണ്ട് തൊഴുത് ചെല്ലമ്മ പ്രണയിച്ചുകൊണ്ടേയിരുന്നു, മരണം വരെ. ഒടുവിൽ 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 അവർ ആ തെരുവിൽ ഒരു ദിവസം അങ്ങ് ഉറങ്ങിപ്പോയി. ഇനി ഉണരാത്ത വിധം, ഒരിക്കലും ഉണരാത്ത വിധം. അതെ, ചെല്ലമ്മ മരിച്ചു. അനന്തപുരിയുടെ പാതവക്കത്ത് പത്മനാഭന്റെ വടക്കേ നടയിൽ പത്മനാഭനെ നമസ്കരിച്ചതുപോലെ തണുത്ത് വിറങ്ങലിച്ചു കിടന്നു ആ സുന്ദരിയുടെ ശരീരം. തൈക്കാട് ശാന്തി കവാടത്തിൽ രാമച്ചവും ചന്ദന തൈലവുമില്ലാതെ, ആരവാരങ്ങളൊന്നുമില്ലാതെ ആ തമ്പുരാട്ടിക്ക് ചെയ്തൊരുങ്ങി. പുതിയ തലമുറയ്ക്ക് ചെല്ലമ്മയെ അറിയില്ല. അവരുടെ പ്രണയം അധികമാരും വാഴ്ത്തിപ്പാടിയിട്ടില്ല. പല പ്രണയകഥകളും അനുഭവങ്ങളും ഈ ലോകത്തുണ്ടെങ്കിലും ഈ കഥ ചെല്ലമ്മയുടെ അല്ല, സുന്ദരി ചെല്ലമ്മയുടെ ഈ കഥ അധികമാർക്കും അറിയത്തില്ല. കൂട്ടുകാരെ, സുന്ദരി ചെല്ലമ്മയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വീഡിയോ പറ്റിയുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു ഉഗ്രൻ വീഡിയോയുമായി കഥകളുടെ കൂട്ടുകാരി വീണ്ടും എത്താം. നന്ദി.